ഹലോ, ഗുഡ് മോർണിംഗ്. ബൈബാക്കുമായി റിലേറ്റഡായി ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണിത്. അത് പുതിയ ജേണൽ എൻട്രി പ്രകാരം ഒന്നും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. നോക്കാം. എ ലിമിറ്റഡ് ഇഷ്യൂഡ് 2 lakh ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഈച്ച്. ഇറ്റ് വാണ്ടഡ് ടു ബൈ ബാക്ക് 30,000 ഇക്വിറ്റി ഷെയർസ് അറ്റ് പാർ. ഇറ്റ് ഇഷ്യൂഡ് 6% 3,000 preference shares at the rate of ₹100 each. The proceeds being utilized for the purpose of buyback. Expenses relating to buyback amounted to ₹18,000. Give journal entries. നോക്കാം. ഇതിനകത്ത് പറയുന്നത് എ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ആ കമ്പനി പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തിരുന്നത് 2 lakh ഇക്വിറ്റി ഷെയർസ് ആയിരുന്നു. ഒരു ഇക്വിറ്റി ഷെയറിൻ്റെ വില എന്ന് പറയുന്നത് ₹10 ആണ്. ഓക്കെ, അപ്പോൾ ₹10 വിലയുള്ള 2 lakh ഇക്വിറ്റി ഷെയർസ് ആണ് എ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തിരുന്നത്. ഇറ്റ് വാണ്ടഡ് ടു ബൈ ബാക്ക് 30,000 ഇക്വിറ്റി ഷെയർസ് അറ്റ് പാർ. ഈ 2 lakh ഇക്വിറ്റി ഷെയറിൽ നിന്ന് 30,000 ഇക്വിറ്റി ഷെയർ കമ്പനി ഇപ്പോൾ എന്ത് ചെയ്യുകയാണ്? ബൈബാക്ക് നടത്താൻ തീരുമാനിക്കുകയാണ്. അറ്റ് പാർ വാല്യൂവിനാണ് ബൈബാക്ക് നടത്തുന്നത്. അപ്പം ഓൾറെഡി കമ്പനി ഇഷ്യൂ ചെയ്തിരുന്ന 2 lakh ഇക്വിറ്റി ഷെയർസിൽ നിന്ന് 30,000 ഇക്വിറ്റി ഷെയർ ഇപ്പോൾ എന്ത് ചെയ്യാണ്? കമ്പനി ഇങ്ങോട്ട് തന്നെ തിരിച്ചു വാങ്ങിക്കാൻ തീരുമാനിക്കുന്നു അറ്റ് പാർ. അപ്പം 30,000 ഇക്വിറ്റി ഷെയർ അറ്റ് ദ റേറ്റ് ഓഫ് ₹10 ഈച്ചാണ് അല്ലേ? അപ്പോൾ എത്ര രൂപയുണ്ട്? 3 lakh ഷെയർ ആണ് കമ്പനി എന്ത് ചെയ്യുന്നത്? തിരിച്ചു വാങ്ങിക്കുന്നത്. 3 lakh ഇക്വിറ്റി ഷെയർ കമ്പനി ഇപ്പോൾ തിരിച്ചു വാങ്ങിക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ അതിന് കമ്പനിയുടെ കയ്യിൽ എന്ത് വേണം? 3 lakh വേണം. എന്നാലേ കമ്പനി എന്ത് ചെയ്യുന്നു? കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? തിരിച്ചു വാങ്ങിക്കാൻ പറ്റൂ. അപ്പോൾ അതിന് വേണ്ടി 3 lakh കണ്ടെത്താൻ വേണ്ടി കമ്പനി എന്താ ചെയ്യുന്നത്? ഒന്നുകിൽ ഫ്രഷ് ഇഷ്യൂ നടത്താം, അതല്ലെങ്കിൽ റിസർവിൽ പണം വേണം. ഇപ്പോൾ ക്വസ്റ്റിനകത്ത് റിസർവിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്താ ചെയ്യുന്നത്? കമ്പനി ഫ്രഷ് ഇഷ്യൂ നടത്തുവാണ്. നോക്കൂ അടുത്ത സെൻറ്റൻസ്. ഇറ്റ് ഇഷ്യൂഡ് 6% 3,000 പ്രിഫറൻസ് ഷെയർസ് അറ്റ് ദ റേറ്റ് ഓഫ് ₹100 ഈച്ച്. ദ പ്രൊസീഡ്സ് ബീങ് യൂട്ടിലൈസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് ബൈബാക്ക്. അപ്പോൾ ബൈബാക്ക് നടത്തുന്നതിന് വേണ്ടി കമ്പനി എന്താ ചെയ്യുന്നത്? പുതിയ 6% പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നു. 3 lakh ഇക്വിറ്റി ഷെയർ ബൈബാക്ക് നടത്താൻ വേണ്ടി കമ്പനി പുതിയ 6% പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നു. എത്ര പ്രിഫറൻസ് ഷെയറാ? 3,000 പ്രിഫറൻസ് ഷെയർസ് അറ്റ് ദ റേറ്റ് ഓഫ് ₹100 ഈച്ച്. അപ്പോൾ 3,000 × 100 എത്ര വരും? 3 lakh വരും. അപ്പോൾ പുതിയ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട് പഴയ 3 lakh ഇക്വിറ്റി ഷെയർ കമ്പനി ബൈബാക്ക് നടത്തുന്നു. ആ സമയത്ത് നോക്കുക, എക്സ്പെൻസസ് റിലേറ്റിംഗ് ടു ദ ബൈബാക്ക് എമൗണ്ടഡ് ടു ₹18,000. 18,000 രൂപ എന്തും വരുന്നുണ്ട്? ബൈബാക്ക് നടത്തുന്നതിൻ്റെ എക്സ്പെൻസുമായിട്ടും വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ജേണൽ എൻട്രീസ് എഴുതാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾ ഒന്നും കൂടെ നോക്കുക. ഇവിടെ പറയുന്ന എ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി, ആ കമ്പനിയുടെ കയ്യിൽ 2 lakh ഇക്വിറ്റി ഷെയർ ഉണ്ടായിരുന്നു. ആ 2 lakh അല്ല 2 lakh ഇക്വിറ്റി ഷെയർ ഉണ്ടായിരുന്നു. അതിൽ 30,000 ഇക്വിറ്റി ഷെയർ കമ്പനി എന്ത് ചെയ്യുന്നു? ഇപ്പോൾ തിരിച്ചു വാങ്ങിക്കാൻ തീരുമാനിക്കുന്നു. അതിന് വേണ്ടിയിട്ട് തിരിച്ചു വാങ്ങിക്കാൻ വേണ്ടി കമ്പനി എന്ത് ചെയ്യുന്നു? പുതിയ ഒരു 6% പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്ന പുതിയൊരു പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നു. അപ്പം 3,000 പ്രിഫറൻസ് ഷെയർസ് അറ്റ് ദ റേറ്റ് ഓഫ് ₹100 ഈച്ച് എന്ന പേരിലാണ് പുതിയ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. ആ സമയത്ത് കമ്പനിക്ക് ബൈബാക്ക് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻസ് ആയിട്ട് ഒരു 18,000 വരുന്നുണ്ട്, 18,000 രൂപയും വരുന്നുണ്ട്. റൈറ്റ് ജേണൽ എൻട്രീസ്. ഇതിനുള്ള ജേണൽ എൻട്രി എഴുതാനാണ് പറയുന്നത്. ഓക്കെ, ജേണൽ എൻട്രീസ്. അപ്പോൾ നമുക്കിനി ജേണൽ എൻട്രീസ് നോക്കാം. പുതിയ ജേണൽ എൻട്രിയാണ്. നമ്മൾ പറഞ്ഞു ഓൾറെഡി ഒരു 11 ജേണൽ എൻട്രിയാണ് പുതിയതായിട്ട് വരുന്നത്. ആ പുതിയ ജേണൽ എൻട്രിയാണ് നമ്മളിനി ഈ പ്രോബ്ലം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ ചാപ്റ്ററിനകത്ത് ബൈബാക്ക് ഓഫ് ഷെയർസ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് എൻറ്റയർലി നമ്മളിനി 11 ജേണൽ എൻട്രിയാണ് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ആ 7 ജേണൽ എൻട്രി എന്തിനു പറഞ്ഞു, അതല്ലെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിക്കൊണ്ട് ഈ 11 ജേണൽ എൻട്രിയുമായി ബന്ധപ്പെട്ട് നമുക്ക് കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവരുത്. 11 ജേണൽ എൻട്രിയാണ് ഇനി നമ്മൾ ഫോളോ ചെയ്യുക. അത് ആദ്യം തന്നെ നമ്മൾ ആ 7 ജേണൽ എൻട്രി പറഞ്ഞതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞതാണ്. പഴയ ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ പുതിയ ജേണൽ എൻട്രി അതിനകത്ത് കാണില്ല. അപ്പോൾ നിങ്ങൾക്ക് വലിയ കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മുടെ ലൈബ്രറിയിലെല്ലാം തന്നെ പഴയ ടെക്സ്റ്റ് ബുക്ക് മാത്രമേ ഉള്ളൂ. മിക്കവാറും കുട്ടികളെല്ലാം തന്നെ ആ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പഴയ ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും ഫോളോ ചെയ്യുക. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് വലിയ കൺഫ്യൂഷൻ ഉണ്ടാകുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ആദ്യം ആ ജേണൽ എൻട്രീസ് പറഞ്ഞത്.
ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ പഴയ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇപ്പോഴത്തെ ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും പുതിയ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കുക. ഓക്കെ, കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ 3rd സെമ്മിൻ്റെ പുതിയ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കുക. ഓക്കെ, അപ്പോൾ ഈ പുതിയ മാറ്റപ്രകാരമുള്ള, അതായത് 2014 കമ്പനീസ് ആക്ട് പ്രകാരമുള്ള മാറ്റം വന്നിട്ടുള്ള ജേർണൽ എൻട്രീസ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നോക്കാം.